യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ, ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്ന ഒരു ദിവസമാണിന്ന്. ഇന്ന് പ്രാർത്ഥിക്കാനായി ഈ ആലയത്തിലേക്ക് വരുന്ന എല്ലാവരെയും സ്നേഹത്തോടെ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒപ്പം ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ, കുടുംബങ്ങളിൽ, ദേശങ്ങളിൽ, ഈ ആലയവുമായി ബന്ധപ്പെട്ട് സമീപ ദേശങ്ങളിൽ ഞങ്ങളുടെ നല്ലവരായ അയൽക്കാർ, പ്രിയപ്പെട്ടവർ, പ്രാർത്ഥിക്കുന്നവർ, ശുശ്രൂഷകർ എല്ലാവരെയും, ഈ ഒരു ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരെയും ഓൺലൈനായി കേൾക്കുന്നവരെയും യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ബഹുമാനിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ സ്നേഹിക്കുന്നു, അംഗീകരിക്കുന്നു. നിങ്ങളുടെ നല്ല മനസ്സിനെ സ്വർഗത്തിലെ ദൈവം സകല നന്മകളാലും അനുഗ്രഹങ്ങളാലും നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നൊത്തിരി പ്രതീക്ഷയോടെ നമുക്കായിരിക്കാം. ഇന്നൊത്തിരി ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ, ഒത്തിരി നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കട്ടെ. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങൾ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ ഈ വചനം കേൾക്കാം. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 8 മുതലുള്ള വാക്യമാണ്. ഒരിക്കൽ ഏലീഷ ശൂനേമിൽ ചെന്നപ്പോൾ ഒരു ധനിക അവനെ ഭക്ഷണത്തിന് ക്ഷണിച്ചു. ആരെ? ഒരു ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരാളെ, ഒരു പ്രവാചകനെ, ആ നാട്ടിലെ ഒരു സമ്പന്നയായ ഒരാൾ ഭക്ഷണത്തിന് ക്ഷണിച്ചു. ആ വഴി കടന്നു പോകുമ്പോഴെല്ലാം അവൻ ഭക്ഷണത്തിന് ആ വീട്ടിൽ ചെല്ലുക പതിവായി. ആ നാട്ടിൽ കൂടെ പോകുമ്പോൾ ആ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോകുമായിരുന്നു. ഉടനെ അവൾ ഒരാശയം അവളുടെ ഭർത്താവിനോട് പറഞ്ഞു. 9-ാമത്തെ വാക്യം. അവൾ ഭർത്താവിനോട് പറഞ്ഞു, ഇതിലേ പോകാറുള്ള ആ മനുഷ്യൻ ഒരു ദൈവീക മനുഷ്യനാണ്, ഒരു അനുഗ്രഹമുള്ള ഒരാളാണ്. നമുക്ക് നമ്മുടെ മട്ടുപ്പാവിൽ ചെറിയ ഒരു മുറി ഉണ്ടാക്കി അതിലൊരു കിടക്കയും മേശയും കസേരയും വിളക്കും വയ്ക്കാം. നമ്മുടെ വീട്ടിൽ ആ മനുഷ്യനൊരു മുറി കൊടുക്കാം. ഒരു കട്ടിലും ഒരു മേശയും ഒരു വിളക്കും ഒക്കെ നമുക്കിട്ടൊരു മട്ടുപ്പാവിൽ മുകളിലത്തെ നിലയിൽ ഒരു മുറി ഒരുക്കി കൊടുക്കാം. അദ്ദേഹം ഇവിടെ വരുമ്പോഴൊക്കെ താമസിക്കാൻ ഒരു സൗകര്യമാകുമല്ലോ. ആർക്കാണ്? ഒരു ദൈവീകമായ നിൽക്കുന്നൊരു പ്രവാചകന്, ഒരു മനുഷ്യന് അവരൊരു മുറി ഒരുക്കി. വരുമ്പോഴൊക്കെ അവൻ അവിടെ വിശ്രമിക്കാമല്ലോ. ഒരിക്കൽ അവൻ അവിടെ വിശ്രമിക്കുകയായിരുന്നു. ഭർത്താവും സമ്മതിച്ചു. ഭാര്യയുടെ അഭിപ്രായത്തെ ഭർത്താവ് അംഗീകരിച്ചു. നമുക്കങ്ങനെ ചെയ്യാം. അദ്ദേഹം ഒരു ദൈവ മനുഷ്യനാണ്, നമ്മുടെ വീട്ടിൽ വരുന്നത് ഒരു അനുഗ്രഹത്തിന് കാരണമാകും എന്നും പറഞ്ഞ് അവരാ വ്യക്തിയെ വളരെ റെസ്പെക്റ്റോടുകൂടെ സ്വീകരിച്ചു. ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരെ സ്നേഹിക്കുമ്പോഴും സ്വീകരിക്കുമ്പോഴും അവിടെ ഒരു ദൈവാനുഗ്രഹം കൂടി ഉണ്ടാകുന്നുണ്ട്. അത് പഠിപ്പിക്കുകയാണ്. അപ്പോൾ ശൂനേംകാരിയെ വിളിക്കാൻ അവൻ തൻ്റെ ഭൃത്യൻ ഗഹസിയോട് പറഞ്ഞു. അവൻ വിളിച്ചപ്പോൾ അവൾ മുൻപിൽ വന്നു. അതായത് ആ മുറിയിൽ വിശ്രമിക്കുമ്പോൾ അവരെ വിളിക്കാൻ പറഞ്ഞു. ആരെ? ആ വീടിൻ്റെ ഉടമസ്ഥയെ വിളിക്കാൻ പറഞ്ഞു. ഏലീഷ ഭൃത്യനോട് പറഞ്ഞു, അവളോട് പറയുക, നീ ഞങ്ങൾക്ക് വേണ്ടി എത്രയോ ബുദ്ധിമുട്ടി. വീടൊരുക്കി, മുറി ഒരുക്കി, താമസിക്കാൻ സൗകര്യം, ഭക്ഷണം എല്ലാം ഒരുക്കിയല്ലോ. ഞങ്ങൾ എന്താണ് നിനക്ക് വേണ്ടി ചെയ്യേണ്ടത്? നിനക്കെന്താണ് തിരിച്ചൊരു അനുഗ്രഹമായി വേണ്ടത്? എന്താണ് നിന്റെ പ്രാർത്ഥന? രാജാവിനോടോ സൈന്യാധിപനോടോ ശുപാർശ ചെയ്യണോ? അവൾ പറഞ്ഞു, ഞാൻ വസിക്കുന്നത് എൻ്റെ ജനത്തിൻ്റെ കൂടെയാണ്. ഏലീഷ പറഞ്ഞു, അവൾക്ക് വേണ്ടി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അപ്പോൾ ഗഹസി പറയുക, അവർക്ക് മക്കളില്ല. അവരാ ഒരു വിഷയത്തിൽ ഒത്തിരി വേദനിക്കുന്നുണ്ട്. വർഷങ്ങളായി അവർക്ക് പിള്ളേരില്ല, തലമുറയില്ല, ഭർത്താവ് വൃദ്ധനുമാണ്. അവൻ പറഞ്ഞു, അവളെ വിളിക്കുക. വിളിച്ചപ്പോൾ അവൾ വാതിക്കൽ വന്നു നിന്നു. ഏലീഷ പറഞ്ഞു, അടുത്ത വർഷം ഈ സമയത്ത് നീ ഒരു പുത്രനെ താലോലിക്കും. അവൾ പറഞ്ഞു, ഇല്ല ദൈവപുരുഷ, നടക്കത്തില്ല. ഞങ്ങൾക്ക് അങ്ങനെ അനുഗ്രഹം കിട്ടത്തില്ല. ആ കാലമൊക്കെ കഴിഞ്ഞു. ഞങ്ങൾക്ക് അങ്ങനെ അനുഗ്രഹമൊന്നും കിട്ടൂല. അന്നേരെ പറഞ്ഞു, നടക്കുകയില്ല.
ഒരു പുത്രനെ താലോലിക്കുന്നൊക്കെ പറഞ്ഞത് അത് വെറുതെയാ പ്രവാചക, നടക്കൂല, ഞങ്ങളുടെ ജീവിതത്തിലാവുന്നു, ഇനി സംഭവിക്കില്ല, ഞങ്ങൾ അതൊക്കെ അസ്തമിച്ച അധ്യായമാണ്. അവൾ പറഞ്ഞു, ഇല്ല ദൈവപുരുഷ, പ്രഭോ, ഈ ദാസിയോട് വ്യാജം പറയരുത്. പ്രവാചക, വെറുതെ സന്തോഷത്തിന് വെറുതെ പറയരുത്. എലീശ പറഞ്ഞതുപോലെ അവൾ ഗർഭം ധരിച്ച് അടുത്ത വസന്തത്തിൽ ഏകദേശം ആ സമയത്ത് ഒരു പുത്രനെ പ്രസവിച്ചു. ആ വർഷത്തിൽ ഒരനുഗ്രഹം ആ വീട്ടിൽ ഉണ്ടായി. പ്രിയപ്പെട്ടവരെ, എന്താ ചെയ്തത് ആ വ്യക്തി? ഒരു കാര്യം നടന്നു കിട്ടാൻ വേണ്ടിയല്ല, ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരാളെ ആ വീട്ടിൽ സ്വീകരിച്ചപ്പോൾ ആ വീട് അനുഗ്രഹിക്കപ്പെട്ടു. അനുഗ്രഹമായൊരു ഉത്തരം അവിടെ വന്നു. ഞാനെന്തിനാ നിങ്ങളോട് പറഞ്ഞത്? ഇപ്പോൾ നിങ്ങൾ സ്വീകരിക്കുന്നത് എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ ഒരു പ്രവാചകനെ അല്ല നിങ്ങളിപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. രാവിലെ എഴുന്നേറ്റ് രാജ്യത്തിൻ്റെ വിവിധ സമയങ്ങളിൽ സമയം കണ്ടെത്തി ഇതുപോലെ ഒരുങ്ങി ആ പ്രവാചകൻ ആ വീട്ടിൽ താമസിക്കാൻ ഭക്ഷണവും മുറിയും എല്ലാം ഒരുക്കി കൊടുത്ത പോലെ നമ്മളും പ്രാർത്ഥിച്ചൊരുങ്ങി ദിവസവും ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കുമ്പോൾ ഈ വർഷം നടക്കുകയില്ലെന്നും ശരിയാകുകയില്ല, ഇനി ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന് നമുക്ക് തോന്നിയ കാര്യമായിരിക്കാം. ദൈവത്തിൻ്റെ ഒരു സന്തോഷമുള്ള ഒരു ഉത്തരവ്, അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ വരാതിരിക്കത്തില്ല. ഒരു പ്രവാചകനെ, ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു പ്രവാചകനെ സ്വീകരിച്ചിട്ടുള്ളൂ. ഞാനും നിങ്ങളും സ്വീകരിക്കുന്നത് ഇന്നും ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തെയാണ്. ആ വചനം നിങ്ങളിൽ മാംസം ധരിക്കും. ആ വചനം നിങ്ങളിൽ അസാധ്യ കാര്യങ്ങൾ ചെയ്യും. എന്താ വീട്ടിലെ ഉടമസ്ഥ പറഞ്ഞ്, പ്രഭോ, വ്യാജം പറയരുത്, ഞങ്ങളെ പറഞ്ഞു പറ്റിക്കരുത്, ഇനി അതൊന്നും നടക്കത്തില്ല, ആ കാലമൊക്കെ കഴിഞ്ഞു, നടക്കുകയല്ല, സാധ്യതയില്ലാത്തൊരു കാര്യമാണ്. എങ്കിൽ പോലും അസാധ്യങ്ങളെ ദൈവം അവിടെ സാധിപ്പിച്ചു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ വെള്ളിയാഴ്ച ദിവസം വചനം കേട്ട് പ്രാർത്ഥിക്കുമ്പോൾ അസാധ്യ കാര്യങ്ങളാ ദൈവവചനം സ്വീകരിക്കുന്ന നിങ്ങളിൽ സാധ്യമാകാൻ പോകുന്നത്. ഇനി ഒരു ജോലി കിട്ടാനോ ഞങ്ങൾക്കോ, ഒരു വീട് കിട്ടാനോ ഞങ്ങൾക്കോ, ഈ കുഞ്ഞിൻ്റെ കല്യാണമോ ഇനിയോ ഇവരുടെയോ നടക്കാനോ, നടക്കുന്ന കാര്യം വല്ലതും പറ. ഞങ്ങളൊരു വീട് വയ്ക്കും, ഞങ്ങൾ വിദേശത്ത് പോകുന്നോ, അതൊക്കെ വിസ റിജക്റ്റായി, ഇനി നടക്കുമെന്ന് തോന്നുന്നില്ല. നമ്മുടെ ബുദ്ധി ചിന്തിക്കുമ്പോഴാണ് നടക്കുമെന്ന് തോന്നാത്തത്. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല കേട്ടോ. ദൈവത്തിൻ്റെ വചനത്തെ ഒരുക്കത്തോടെ പ്രാർത്ഥനയോടെ സ്വീകരിക്കാൻ തയ്യാറാകുക. ഈ വർഷം ഒരു അനുഗ്രഹം പറയാനിട വരും. ഈ വർഷം ഒരു പക്ഷേ ഈ സ്ഥലത്ത് വന്നൊരു സാക്ഷ്യമായിരിക്കും നിങ്ങൾ വിളിച്ചു പറയുന്നത്. അത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്, അത് ദൈവത്തിൻ്റെ കടാക്ഷമാണ്. നിങ്ങൾ ദൈവവചനത്തെ സ്വീകരിക്കണം, അനേകർക്ക് അത് കൊടുക്കണം. ഒരുക്കമുള്ളവർ, വിശ്വസിക്കുന്നവർ അനുഗ്രഹം പ്രാപിച്ചു കൊണ്ടേയിരിക്കും. ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഇന്ന് പ്രാർത്ഥിക്കുവാണ്. ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഒത്തിരി പേര് പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൂരത്തായാലും സമീപത്തായാലും നിങ്ങളെ ഞങ്ങൾ ഓർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊള്ളട്ടെ. ഡിസംബർ മാസം 5 മുതൽ ഡിസംബർ മാസം 13 വരെ അനുഗ്രഹ റിട്രീറ്റ് സെൻറ്റർ എന്ന യൂട്യൂബ് ചാനലിൽ 9 ദിവസത്തെ വിശുദ്ധ യൂദാശ്രീയുടെ മാധ്യസ്ഥം തേടി നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട്. സമയം വൈകുന്നേരം 7 മണിയാണ് ഇന്ത്യൻ സമയം. സാധ്യമായവർ ആഗ്രഹിക്കുന്നെങ്കിൽ നമുക്ക് ആ ശുശ്രൂഷയിൽ 9 ദിവസം നിയോഗത്തോടെ പങ്കെടുത്ത് പ്രാർത്ഥിക്കാം. സ്വർഗത്തിലെ ദൈവം, വലിയവനായ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്തു തരട്ടെ. പ്രാർത്ഥനയിൽ ഓർക്കുമല്ലോ, നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. അസാധ്യ കാര്യങ്ങൾ വചനം കേൾക്കുന്ന നിങ്ങളിൽ സാധിച്ചു കിട്ടണം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ, നിങ്ങളുടെ ഭവനത്തിലുണ്ടായിരിക്കട്ടെ. പ്രാർത്ഥിക്കണയിൽ വെച്ച കാര്യം ഇനി നടക്കൂല, ഇനിയൊന്നും ശരിയാകാൻ പോകുന്നില്ലെന്ന് ചിന്തിക്കുന്ന കാര്യത്തിൽ പോലും അത്ഭുതങ്ങൾ ചെയ്യണമേ, അടയാളങ്ങൾ ചെയ്യണമേ. ഒരു പടി കൂടി ഈ വ്യക്തി അനുഗ്രഹിക്കപ്പെടണം, ഒരു പടി കൂടി ഈ കുടുംബം അനുഗ്രഹിക്കപ്പെടണം, ഒരു വലിയ സൗഖ്യം ഈ രോഗി അനുഭവിക്കണം. ഈ പ്രശ്നത്തിനൊരു പരിഹാരം യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. അങ്ങയുടെ വചനം ഓരോ കുടുംബത്തിലും അനുഗ്രഹമായി നിറഞ്ഞു നിൽക്കട്ടെ. തടസ്സങ്ങൾ, പ്രതിസന്ധികൾ, വെല്ലുവിളികൾ മാറിപ്പോകട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളിൽ ഉണ്ടാകട്ടെ, സന്തോഷം ഉണ്ടാകട്ടെ, സമാധാനമുണ്ടാകട്ടെ, ദൈവം നൽകുന്ന നിലനിൽക്കുന്ന ഐശ്വര്യമുണ്ടാകട്ടെ. ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു. രോഗങ്ങളിൽ നിന്നും, അപകടത്തിൽ നിന്നും, ദുർമരണത്തിൽ നിന്നും, മൂത്തെത്താത്ത മരണത്തിൽ നിന്നും, ചതിയിൽ നിന്നും, വഞ്ചനയിൽ നിന്നും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സൂക്ഷിക്കട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും ദൈവം തരട്ടെ. നല്ലൊരു ദിവസമായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും
ആമേൻ. സാധ്യമായവർക്ക് അയച്ചു കൊടുക്കുക. നാളെ 5:30 നമുക്ക് ഒരുമിച്ച് കാണാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗത്തിലെ ദൈവം കണ്ണിലെ കൃഷ്ണമണി എന്ന പോലെ എന്നെ നിങ്ങളെ സൂക്ഷിക്കട്ടെ. ആമേൻ.